ലോർഡ്. 10-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 10-1. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത്? ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ എല്ലാ മനുഷ്യരും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം എന്നെ വിട്ട് ദൂരെ പോയിരിക്കുന്നു, ദൈവം എന്നോട് ഇടപെടുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഞാൻ വർഷങ്ങളായി പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ദൈവം അതിന് മറുപടി തരുന്നില്ല. അമേൻ. പ്രിയരെ, മനുഷ്യവർഗം മുഴുവനും ഈ ഒരു ചിന്തയിലാണ്, ദൈവം ഞങ്ങളെ വിട്ട് ദൂരെ പോയിരിക്കുന്നുള്ള ചിന്തയാണ്. പക്ഷേ തിരുവചനം നാം ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ, അമേൻ, ഓരോ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ദൈവം ആരെയും വിട്ട് ദൂരെ പോകുന്നില്ല. ദൈവമല്ല മനുഷ്യനെ വിട്ട് ദൂരെ പോകുന്നത്, മനുഷ്യനത്രേ ദൈവത്തെ വിട്ട് ദൂരെ ഓടിപ്പോകുന്നത്. എനിക്ക് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യൻ, അവൻ വിളിച്ചു പറയുക, ദൈവം എന്നെ വിട്ട് ദൂരത്തായിരിക്കുന്നു. ഹല്ലേലൂയ. അമേൻ. ദൈവം, ഹല്ലേലൂയ, എല്ലാ വിഷയങ്ങൾക്കും മറുപടി തരാൻ വിശ്വസ്തനാ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ട് ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല? അത് ദൈവത്തിന്റെ ഹിതമാണോ എന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നില്ല. മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരണമെന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അതെനിക്ക് ലഭിക്കണം, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതെനിക്ക് ലഭിക്കണം, അതല്ലെങ്കിൽ ദൈവം ദൈവമല്ല, അല്ലെങ്കിൽ ആ ദൈവത്തിന് ശക്തിയില്ല. ഇതാണ് മനുഷ്യന്റെ മത്സരം എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിന്റെ ഹിതം എന്താ, എൻ്റെ പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് മനുഷ്യൻ അന്വേഷിക്കുന്നില്ല. ഹല്ലേലൂയ. ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളെ നിങ്ങൾ മരിക്കും. പക്ഷെ കൽപ്പന ലംഘിച്ചു. അവർ പാപം ചെയ്തെന്ന് അവർക്ക് മനസ്സിലായി. അവർ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഒളിച്ചു, മരത്തിന്റെ പുറകിൽ പോയി മറഞ്ഞിരുന്നു. മരത്തിന്റെ പുറകിൽ മറിഞ്ഞിരുന്ന ആദാമിനെ ഹവ്വയും ദൈവം കാണാഞ്ഞിട്ടല്ല ആദാമിനെ ഹവ്വ അവിടെ ചെന്നിട്ട് വിളിക്കുക, ആദാമേ, നീ എവിടെ എന്ന് ചോദിക്കുന്നത്. ഞാൻ നിന്നെ ആക്കി വെച്ച പൊസിഷൻ എവിടെ? ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥാനം എവിടെ? ഇപ്പോൾ നീ ഏത് സ്ഥാനത്തിരിക്കുന്നു? ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താ? ഇതാണ് കർത്താവ് ചോദിക്കുന്നത്. അവൻ ആ ചോദ്യത്തിന് മുമ്പിൽ ആദാം പല തരത്തിലുള്ള ഒഴിവഴികൾ പറഞ്ഞ്, പാപം സമ്മതിക്കാതെ, ഏറ്റുപറയാതെ പല ഒഴിവഴികൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. മനുഷ്യനാണ് ദൈവത്തെ വിട്ട് ഓടിപ്പോയത്. അന്ന് മുതൽ ഓടാൻ തുടങ്ങിയതാ മനുഷ്യൻ. ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയാതെ, സത്യദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയാതെ ആദാമ്യ സന്തതി മുഴുവൻ ഒളിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അമേൻ. ഹല്ലേലൂയ. അമേൻ. അങ്ങനെയുള്ള മനുഷ്യനെ തിരികെ കൊണ്ടുവരാനാണ് അമേൻ ദൈവം, ഹല്ലേലൂയ, മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അമേൻ. പലതരത്തിലുള്ള കാര്യങ്ങൾ കർത്താവ് ചെയ്തു. പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, രാജാക്കന്മാരെ ഒക്കെ ദൈവം ഉണർത്തിച്ചു. അമേൻ. സ്തോത്രം. പലതരത്തിലുള്ള പ്രമാണങ്ങൾ കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു. പക്ഷേ മനുഷ്യന് മടങ്ങി വരുവാൻ മനസ്സില്ല. മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവനോട് അമേൻ പ്രമാണങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രമാണങ്ങൾ അനുസരിച്ച് എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ അനുഗ്രഹിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമേൻ. ആദ്യം പ്രമാണം കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അനുസരിക്കാത്തവനെ അനുസരിപ്പിക്കാൻ ഓഫർ കൊടുത്ത് അനുസരിപ്പിക്കേണ്ടി വന്നു ദൈവത്തിന്. പക്ഷെ എന്നിട്ടും മടങ്ങി വരാത്തവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. നോക്കുക, ദൈവമല്ല മനുഷ്യനെ വിട്ട് ഓടിപ്പോയത്, മനുഷ്യനത്രേ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഓടിപ്പോയി. എന്നിട്ട് നാം എന്താ പറയുന്നത്? എന്നെ വിട്ട് ദൈവം ദൂരെ പോയിരിക്കുന്നു. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്? ഹല്ലേലൂയ. കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളഞ്ഞതും എന്ത്? പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല. പത്രോസ് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ, ഹല്ലേലൂയ, നിന്നെ വിട്ടുപോകത്തില്ല. ഞാൻ മരിക്കാൻ തയ്യാറാ, ജയിലിലാകാൻ തയ്യാറാ, എല്ലാത്തിനും തയ്യാറാ. പക്ഷേ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഈ രാത്രിയുടെ ആയുസ്സേ ഉള്ളുന്നൊരു തീരുമാനത്തിന്, നീ ജഡത്തിലെടുത്ത തീരുമാനമാണ്, അത് നിനക്ക് ജയിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. അമേൻ. നിനക്ക് എന്നോട് സ്നേഹമല്ലുള്ളത് ഇഷ്ടമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ് അവിടെ. ഹല്ലേലൂയ. അവിടെ എന്തിനും തയ്യാറായ പത്രോസ്, അമേൻ, ആ രാത്രി തന്നെ 3 വട്ടം യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് പക്ഷെ മനം തിരിഞ്ഞു. ആ യേശു കർത്താവിന്റെ സ്തോത്രം മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം അവൻ ശിഷ്യന്മാർ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ പത്രോസിന് ശിഷ്യന്മാരെയും തേടി ചെല്ലുന്നൊരു കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവർ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് പറഞ്ഞ്, എന്നെ വിട്ടു പോയതല്ലേ, പോകട്ടെ എന്ന് പറഞ്ഞ് പോയവനല്ല കർത്താവ്. അവരെ തേടി ചെന്ന് അടുത്ത് ചേർത്ത് നിർത്തി അവരെ സ്നേഹിച്ച കർത്താവിന്റെ സംഭാഷണങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എങ്ങനെയാണ് നീ എന്നെ സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് നീ എന്നെ സ്നേഹിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഈ പാഠങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ
ആമേൻ ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ വിട്ടുപോകുന്നതല്ല, മനുഷ്യൻ ദൈവത്തെ വിട്ട് ഓടുകയാണ്. ഹല്ലേലൂയ. ശലോമോൻ ദൈവത്തിന് പ്രിയനായ ആമേൻ ഒരു മകനായ ഒരു രാജാവായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവൻ ദൈവത്തെ വിട്ട് ഓടി. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മറന്നു കളഞ്ഞു, പ്രമാണങ്ങളെ മറന്നു കളഞ്ഞു. അവനാണ് ദൈവത്തിന് സന്നിധിയിൽ നിന്ന് അകന്നു പോയത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനമത്രേ. പക്ഷേ അവരാണ് ദൈവത്തിന് സന്നിധിയിൽ നിന്ന് ഓടിപ്പോയത്. അവർ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ദേവന്മാരെ ഉണ്ടാക്കി അന്യദൈവങ്ങളിലേക്ക് അവരുടെ ചിന്തകൾ തിരിച്ചപ്പോൾ ഹല്ലേലൂയ സത്യദൈവത്തെ അവരാണ് വിട്ടുപോയത്. അതുകൊണ്ടാണ് ദൈവം അവരെ തള്ളിക്കളയേണ്ടി വന്നത്. ഹല്ലേലൂയ സ്തോത്രം. നാം നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിനെ വിട്ട് നാം ഹല്ലേലൂയ ഒരു സ്റ്റെപ്പ് പുറമോട്ട് വെക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നാം മുഖം തിരിച്ചു കളയുകയാണ്. നാം പുറം തിരിഞ്ഞു പോകുകയാണ്. പുറം തിരിഞ്ഞു പോകുന്ന ഓരോ മനുഷ്യനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നത്. നാം പാപം ചെയ്തിട്ട് വീണ്ടും ഒരു ദിവസം കൂടെ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമാണ്, മടങ്ങി വരുവാനുള്ള അവസരമാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവരോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ഇപ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ മുഖം തിരിഞ്ഞിരിക്കുന്നത്? ലോകത്തിലേക്കാണോ? പാപത്തിന്റെ മോഹങ്ങളിലേക്കാണോ? ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ദൈവമുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം മുഖം തിരിക്കുന്ന അവസ്ഥയാണോ? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും ദൈവത്തോട് മുഖം തിരിഞ്ഞിരിക്കും, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് തന്റെ മക്കളെ. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ മുഖം എങ്ങോട്ടാ, നമ്മുടെ ഹൃദയം എങ്ങോട്ടാ ചാഞ്ഞിരിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറയുക, മടങ്ങി വരട്ടെ, തിരിച്ചു വരട്ടെ എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളായി മാറണം. നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങളാകണമെന്ന് അല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ വിചാരങ്ങൾ ദൈവത്തിന്റെ വിചാരങ്ങൾ. ആമേൻ. ദൈവത്തിന്റെ വിചാരങ്ങളായിരിക്കട്ടെ എൻ്റെ വിചാരങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളായിരിക്കട്ടെ എൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിന്റെ ഹല്ലേലൂയ വഴികളായിരിക്കട്ടെ എൻ്റെ വഴികൾ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.